അമേരിക്കൻ സൈന്യം ഇറാനിൽ തുടർച്ചയായിട്ടുള്ള 10ാം ദിവസവും ശക്തമായിട്ടുള്ള വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനും ഇറാന്റെ സൈനിക ശേഷി തകർക്കാനും ലക്ഷ്യമിട്ടാണ് US സെൻട്രൽ കമാൻഡ് ഈ ഒരു ആക്രമണത്തെ അല്ലെങ്കിൽ ആക്രമണ പരമ്പര തന്നെ തുടരുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിൽ കടുത്ത യുദ്ധമായിട്ട് മാറിയിരിക്കുകയാണ്. അമേരിക്കൻ സൈനികരുടെ മരണത്തിന് പ്രതികാരമായിട്ട് ഇറാനിലെ സൈനിക കമാൻഡ് കേന്ദ്രങ്ങളും മിസൈൽ വിക്ഷേപണ തറകളും US തകർത്തപ്പോൾ കുവൈത്തിലെയും ബഹ്റിനിലെയും US താവളങ്ങളിലേക്ക് മിസൈലുകൾ അയച്ചുകൊണ്ട് ഇറാനും ശക്തമായിട്ട് തിരിച്ചടിക്കുകയാണ്. അതായത് ഇറാന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ആക്രമണം ഇപ്പോൾ കുവൈത്തിലും അതുപോലെ തന്നെ ബഹ്റിനിലും US താവളങ്ങൾക്ക് നേരെ കനക്കുകയാണ്. യുദ്ധം തുടർച്ചയായിട്ടുള്ള 10ാം രാത്രിയിലാണ് ഇറാൻ ലക്ഷ്യമാക്കി US സെൻട്രൽ കമാൻഡിന്റെ യുദ്ധവിമാനങ്ങൾ കുതിച്ചുയർന്നത്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കുകയാണ് തങ്ങളുടെ പ്രാഥമിക ലക്ഷ്യമെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു. ജോർദാനിലെയും ഇറാഖിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഉണ്ടായ ഇറാൻ ആക്രമണങ്ങളിൽ 3 അമേരിക്കൻ സൈനികർക്ക് കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് കടുത്ത പ്രതികാരം ചെയ്യുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ ആക്രമണം ഇത്രമേൽ കടുപ്പിച്ചത്. നമുക്കറിയാം, ഈ ഒരു കഠിനമായിട്ടുള്ള യുദ്ധം തുടങ്ങിയിട്ട് 10 ദിവസം പിന്നിടുകയാണ്. ഓരോ ദിവസവും പുലർച്ചെ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ള അതിഭയാനകമായിട്ടുള്ള യുദ്ധത്തെ പറ്റിയാണ്. ഇറാനിൽ ആക്രമണം നടക്കുന്നു, US-ന്റെ താവളങ്ങളിൽ ആക്രമണം നടക്കുന്നു, പശ്ചിമേഷ്യ ഭീതിയിലാകുന്നു, ഗൾഫ് രാജ്യങ്ങളിൽ ജോലി നഷ്ടപ്പെട്ട് പ്രവാസികൾ മടങ്ങുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രതിസന്ധിയാകുന്ന വാർത്തയാണ് ഇപ്പോൾ 10ാം ദിവസവും കേൾക്കാൻ കഴിയുന്നത്. ഈ സമാധാനം അകലെയാണ്, യാതൊരു കരാറുമില്ല. ഇപ്പോൾ യുദ്ധം ഏത് രീതിയിലേക്ക് മുന്നോട്ട് പോകുമെന്നതാണ് ഈ അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. കാരണം ഈ യുദ്ധം ഓരോ ദിവസവും കടുപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ലോകത്തെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഹോർമുസ് അടച്ചിട്ടിരിക്കുകയാണ്. ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നം വല്ലാതെ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളെയും ബാധിക്കുകയാണ്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസിന്റെ കമാൻഡ് കേന്ദ്രങ്ങളും മിസൈൽ ഡ്രോൺ ലോഞ്ച് പാടുകളുമാണ് US വ്യോമസേന പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചത്. ടെഹ്റാൻ, സിരിക്ക്, ബന്ദർ അബ്ബാസ്, ഷിറാസ് തുടങ്ങിയ ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ അമേരിക്കൻ നീക്കത്തിന് മുന്നിൽ പതറാതെ ഇറാനും തിരിച്ചടി ശക്തമാക്കുകയാണ്. കുവൈറ്റിലെ ആരിഫ് ജാൻ US സൈനിക താവളങ്ങളിലെ മിസൈൽ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ട് തങ്ങൾ ഉപരിതല മിസൈലുകൾ വർഷിച്ചതായിട്ട് ഇറാൻ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചു. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളെ തുടർന്ന് ബഹ്റിലും ജോർദാനിലും വ്യോമ പ്രതിരോധ സൈറണുകൾ മുഴങ്ങുകയാണ്. തങ്ങളുടെ ആകാശത്ത് എത്തിയ 3 ഇറാനിയൻ മിസൈലുകൾ വെടിവെച്ചിട്ടതായിട്ട് ജോർദാൻ സൈന്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ജോർദാനിലേക്ക് ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയ ആക്രമണം ഉണ്ടായിരുന്നു. അത് ഒരു തരത്തിലും അമേരിക്കയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലായിരുന്നില്ല. കാരണം അവിടെ സൈനികർ കൊല്ലപ്പെടുന്ന വാർത്തയും കൂടി വന്നപ്പോൾ ആകെ മൊത്തത്തിൽ പ്രതിസന്ധിയിലായി. യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ സൂചന നൽകി യമനിലെ ഹൂത്തി വിമതർ സൗദി അറേബ്യക്ക് നേരെ കടൽ മാർഗ ഉപരോധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ യുദ്ധം അതിന്റെ ഏറ്റവും കഠിന തോതിൽ എത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇരുപക്ഷവും പൂർണ്ണമായിട്ടുള്ള യുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ എണ്ണവില കുതിച്ചുയരുമെന്ന ആശങ്കയിലാണ് ആഗോള വിപണി. അതേസമയം മധ്യസ്ഥ ചർച്ചകൾക്കായിട്ട് ഇറാൻ ആഭ്യന്തരമന്ത്രി പാകിസ്ഥാനിലേക്ക് തിരിച്ചത് മാത്രമാണ് നയതന്ത്രത്തിലുള്ള ഏക പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇനി ജൂണിലെ താൽക്കാലിക സമാധാന കരാർ പാടെ തകർന്നതോടെ പശ്ചിമേഷ്യ വീണ്ടും കനലാവുകയാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ അമേരിക്കയും ഇറാനും നേർക്കുനേർ പോരാടുമ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത് ഭീതിജനകമായിട്ടുള്ള മറ്റൊരു യുദ്ധത്തിനാണ്. വരും ദിവസങ്ങളിൽ ഈ നയതന്ത്ര ചർച്ചകൾ വിജയിച്ചില്ലെങ്കിൽ ആഗോള സാമ്പത്തിക രംഗത്തെയും എണ്ണ വിപണിയും ഇത് ഗുരുതരമായിട്ട് ബാധിക്കുമെന്നത് ഉറപ്പാണ്. ഗൾഫ് രാജ്യങ്ങൾ അടപടലം താഴേക്ക് പോകുമെന്നതിൽ യാതൊരു സംശയമില്ല. നിലവിൽ ആകെ മൊത്തത്തിൽ അവിടെ പ്രശ്നങ്ങൾ വഷളാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അതായത് അബ്ബാസ് അറാഗ്ചി വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അതായത് ഇതിനു മുമ്പ് അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകൾക്കിടയിലും ഏത് നിമിഷവും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടാമെന്ന കടുത്ത ഭയത്തിലാണ് തങ്ങൾ ചർച്ചകൾ നടത്തിയത് എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി വെളിപ്പെടുത്തുകയാണ്. അമേരിക്കയുടെ കനത്ത സൈനിക സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിൽ ഒട്ടും കൂസാകാതെ സ്വന്തം രാജ്യത്തിന്റെ അഭിമാനത്തിന് വേണ്ടി ഉറച്ചു നിന്ന ഇറാൻ ഭരണകൂടത്തിന്റെ അപാരമായിട്ടുള്ള ധീരതയാണ് ഈ സംഭവത്തിലൂടെ പുറത്തു വരുന്നത്. നമുക്കറിയാം, ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ചതിപ്രയോഗം
ചതിപ്രയോഗത്തിലൂടെയാണ് ഇസ്രയേലും അമേരിക്കയും കൂടി ആക്രമണം നടത്തിയത്. ചർച്ചകൾക്ക് ശേഷം പൊടുന്നനെ ഒരു ആക്രമണം നടത്തുന്നു. അതായത് 4ാം ഘട്ട ചർച്ച നടക്കാനിരിക്കെ പൊടുന്നനെ ഒരു ആക്രമണം അമേരിക്കയും ഇസ്രയേലും കൂടി നടത്തുന്നു. അത് ഈ പറയുന്ന ഇറാന്റെ പരമോന്നത നേതാവൊക്കെ ഉള്ള സ്ഥലം നോക്കിയിട്ടാണ് ആക്രമണം നടക്കുന്നതും അതുപോലെ തന്നെ അദ്ദേഹം കൊല്ലപ്പെടുന്നതും. അങ്ങനെ ചതിപ്രയോഗത്തിലൂടെയാണ് അദ്ദേഹത്തെ കൊന്നത്. ആ കാര്യം ഇവർക്ക് നന്നായിട്ട് അറിയാം. അതായത് അമേരിക്ക ചതിക്കും, അമേരിക്ക വെല്ലുവിളിക്കുന്നുണ്ട്, അമേരിക്ക സമ്മർദ്ദം ഒഴുക്കുന്നുണ്ട്, അമേരിക്ക കൊല്ലുമെന്നുള്ള കാര്യം അറിയാം. പക്ഷെ തങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വയം അവിടെ നിന്നതായിരുന്നു. അതായത് ഈ സ്വയമേ അവിടെ ബലി അർപ്പിക്കുക എന്ന് പറയത്തില്ല, അതൊക്കെ പോലെ തന്നെ ഈ യുദ്ധത്തിൽ അത് പിന്നോട്ടില്ല, തങ്ങളുടെ രാജ്യം ഒരിക്കലും കീഴടക്കാൻ സാധിക്കില്ല, തങ്ങളുടെ ജനങ്ങൾക്കും പരമാധികാരത്തിനും വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന രീതിയിലായിരുന്നു അവർ ഈ ഒരു ചർച്ചകളെയും യുദ്ധങ്ങളെയും എല്ലാം കണ്ടത്. വെനസ്വലയെ പോലെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒന്നല്ല ഇറാൻ എന്നും അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ ഒരിക്കലും മുട്ടുകുനിക്കില്ല എന്നും സ്റ്റേറ്റ് ലിങ്ക്ഡ് മെഹർ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അബ്ബാസ് അറാഗ്ചി ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. അമേരിക്കയിൽ നിന്നുള്ള നിരന്തരമായിട്ടുള്ള സൈനിക സമ്മർദ്ദങ്ങൾക്കിടയിലും ഇറാൻ സംഘം ഒട്ടും പതറാതെ ചർച്ചകളിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ട്രംപിന്റെ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫുമായിട്ടുള്ള സംഭാഷണം അനുസ്മരിച്ചുകൊണ്ട് അസന്നമായിട്ടുള്ള മരണഭീതിയിൽ ചർച്ചകൾ നടത്തുന്നത് എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം അമേരിക്കൻ നയതന്ത്രജ്ഞനോട് ചോദിക്കുകയുണ്ടായി. മുഴുവൻ മീറ്റിംഗും ബോംബാക്രമണത്തിന് വിധേയമാകുമെന്ന് നിങ്ങൾ കരുതുന്ന ഒരു മീറ്റിംഗിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സംഘർഷങ്ങൾക്കിടെ നിങ്ങൾ എപ്പോഴെങ്കിലും ഫോണിൽ സംസാരിച്ചിട്ടുണ്ടോ? അവർ പറയുന്നത് പോലെ നിങ്ങൾ പൊട്ടിത്തെറിച്ചേക്കാം, നശിപ്പിക്കപ്പെട്ടേക്കാം. ഉദാഹരണത്തിന് ഫോണിലൂടെ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അത് അവസാനത്തെ തവണയായിരിക്കുമെന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചിട്ടുണ്ടോ എന്ന് വിറ്റ്കോഫിനോട് ചോദിച്ചതായിട്ട് അബ്ബാസ് അറാഗ്ചി വ്യക്തമാക്കി. അതായത് ചർച്ചകളിലുടനീളം തന്റെ പ്രതിനിധി സംഘത്തിന് അത്തരം ഭയങ്ങൾ യാഥാർത്ഥ്യമായിരുന്നുവെങ്കിലും ആ സൈനിക ഭീഷണികൾ തങ്ങളുടെ നിലപാട് നിയന്ത്രിക്കാൻ ഇറാൻ ഒരിക്കലും അനുവദിച്ചില്ല. അതായത് മരണം വന്ന് വാതിക്കൽ നിന്നാൽ പോലും തങ്ങളുടെ നിലപാടിൽ നിന്ന് ഒരു പിന്നോട്ട്, അതായത് ഒരു അടി പോലും പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇറാൻ ഈ ഒരു യുദ്ധത്തിൽ വന്നത്. അതായത് അവർക്കറിയാമായിരുന്നു അവർ ആക്രമിക്കപ്പെടും, കൊല്ലപ്പെടും, മരണപ്പെടും എന്നെല്ലാം അറിയായിരുന്നു. എങ്കിൽ പോലും മരണത്തെ പോലും തോൽപ്പിച്ചുകൊണ്ട് ആണ് അവരുടെ നിലപാടുമായിട്ട് രക്തസാക്ഷികളായിട്ട് ഇറാന്റെ പരമോന്നത നേതാവും അവിടുത്തെ നേതാക്കളും ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആ കൊല്ലപ്പെട്ട വിവരത്തെ പറ്റി അബ്ബാസ് അറാഗ്ചി പറയുമ്പോൾ അമേരിക്ക ഞെട്ടുകയാണ്. കാരണം അമേരിക്ക ഇങ്ങനെ ഒരു നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും മാറ്റി പറയുന്ന ഒരു കാര്യം മാത്രമാണ് ട്രംപിനുള്ളത്. ഇനി യുദ്ധം നടക്കുമ്പോൾ അവരുടെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബങ്കറിൽ പോയി ഓടി ഒളിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിനെയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇറാന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. മരണത്തെ മുഖാമുഖം കണ്ടാൽ പോലും തങ്ങളുടെ നിലപാടിൽ നിന്ന് യാതൊരു തരത്തിലും പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തിനും തന്റെ ജനതയ്ക്കും വേണ്ടി ഉറച്ചു നിൽക്കുന്ന നേതാക്കളെയാണ് കണ്ടത്. അത്തരം ആ നിലപാടിന് മുന്നിൽ അമേരിക്ക അക്ഷരാർത്ഥത്തിൽ തോറ്റു എന്ന് പറയുന്നതിൽ 100% ശരിവെക്കേണ്ടതാണ്. എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നു. നിങ്ങൾ സംസാരിക്കണം, നിങ്ങൾക്ക് ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ കഴിയില്ല, കൈക്കൂലി കൊടുക്കാനും കഴിയില്ല എന്നാണ് അബ്ബാസ് അറാഗ്ചി പറയുന്നത്. കഴിഞ്ഞ വർഷം ആണവ സംബന്ധമായിട്ടുള്ള ചർച്ചകൾക്കിടയിലാണ് വിറ്റ്കോഫുമായിട്ടുള്ള ആശയവിനിമയം ആരംഭിച്ചത്. തുടർന്ന് മസ്കറ്റ്, റോം, ജനീവ എന്നിവിടങ്ങളിലും ഏപ്രിൽ ഇസ്ലാമാബാദ്, മസ്കറ്റ്, മോസ്കോ എന്നിവിടങ്ങളിലും ചർച്ചകൾ നടന്നു. നേരിട്ടുള്ള ടെസ്റ്റ് സന്ദേശങ്ങളിലൂടെയും ഇരുപക്ഷവും ബന്ധം തുടർന്നു. സൈനിക സമ്മർദ്ദം മൂലം ഇറാൻ കീഴടങ്ങുമെന്ന അമേരിക്കയുടെ തെറ്റായ ധാരണയും അദ്ദേഹം ശക്തമായിട്ട് വിമർശിച്ചു. ഇറാൻ വെനസ്വലയല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒരു വ്യക്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് ഇറാനി നേതൃത്വത്തിന്റെ തകർച്ച ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ഓർമ്മിപ്പിച്ചു. അതിന് ഉദാഹരണം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഈ അയത്തുള്ള അലി ഖംനിയുടെ മരണമാണ്. അതായത് അയത്തുള്ള അലി ഖംനിയുടെ ആ പരമോന്നത നേതാവിനെ കൊന്നതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ആ രാജ്യം പിടിച്ചെടുക്കാൻ കഴിയില്ല എന്നതാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്. ജോർദാനിലെ US സൈനിക ഔട്ട് പോസ്റ്റിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് ശേഷം അമേരിക്ക വ്യോമാക്രമണങ്ങൾ കടുപ്പിച്ചിരുന്നു. അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ നേതൃത്വത്തിൽ ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും തീരദേശ നിരീക്ഷണ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് നിരന്തരം ആക്രമണങ്ങൾ നടന്നു. ഇതിന് മറുപടിയായിട്ട് ഗൾഫ് മേഖലയിലടക്കം അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ചുകൊണ്ടാണ് ഇറാൻ തിരിച്ചടിച്ചത്. ഈ ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലി അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ അതീവ ഗുരുതരമായിട്ട് തുടരുന്നതിനിടയിലാണ്
പിന്നാലെയാണ് ഈ നയതന്ത്ര വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കയുടെ ഏത് വലിയ സൈനിക ശക്തിയും ഭയപ്പെടാതെ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്ന് പോരാടാൻ ഇറാൻ കാണിക്കുന്ന ഈ ആത്മധൈര്യം ലോകരാഷ്ട്രങ്ങളെ ആകെ ഒരേ സമയം അത്ഭുതപ്പെടുത്തുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം മരണം വന്ന് വിളിച്ചാലും കുഴപ്പമില്ല, യുദ്ധം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ ഈ യുദ്ധത്തിന്റെ രീതി മാറുകയാണ്. നമുക്കറിയാം 10 ദിവസമാണ് ഈ കഠിനമായിട്ടുള്ള യുദ്ധം തുടങ്ങിയത്. ആ യുദ്ധം തുടങ്ങിയ സമയം മുതൽ ഈ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, ജനവാസ മേഖലകളിലേക്ക് പതിക്കുന്നു, ഈ ആക്രമണങ്ങൾ വന്ന് പതിക്കുന്നു. അങ്ങനെ പ്രതിസന്ധിയാണ് ആകെ മൊത്തത്തിൽ ഉണ്ടാകുന്നത്. ഹോർമുസ് അടയ്ക്കുന്നു, ഇനി ഈ ചെങ്കടൽ അടയ്ക്കാനുള്ള നിർദ്ദേശം ഈ ഹൂത്തി വിമതർക്ക് കൊടുക്കുന്നു. ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. അതായത് യുദ്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ യാതൊരു കരാറും ഇല്ലാതെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഇറാനും അമേരിക്കയും നിൽക്കുന്നു. ഇവിടെ അമേരിക്കയ്ക്ക് വലിയ ഭീതി ഉണ്ടാകുന്നത് എത്ര ആക്രമണം നടത്തിയിട്ടും ഇറാൻ തളരുന്നില്ല എന്നോർത്തിട്ടാണ്. അതായത് ട്രംപിന് ട്രിഗർ ആവുകയാണ്. എത്ര ഉപദ്രവിച്ചിട്ടും അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. പ്രശ്നം ഉണ്ടാകുന്നില്ല എന്നല്ല, നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന, പക്ഷെ അവരെ തളർത്താനോ തകർക്കാനോ അമേരിക്കയ്ക്ക് കഴിയാത്തത് വലിയൊരു ട്രിഗർ ആയിട്ട് മാറുകയാണ്. എന്തായാലും ഈ യുദ്ധത്തിൽ ഇറാന്റെ നിലപാട് വളരെ വ്യക്തമാണ്. മരണത്തെ മുഖാമുഖം കണ്ട അവർ ആ ഒരു മരണത്തെ പോലും തോൽപ്പിച്ചുകൊണ്ട് രക്തസാക്ഷിയായിക്കൊണ്ടാണ് ഈ യുദ്ധത്തിൽ പങ്കെടുത്തത് എന്ന് ആദ്യം മുതലേ അങ്ങനെയാണെന്ന് അബ്ബാസ് അരാഗ്ചി വെളിപ്പെടുത്തുമ്പോൾ നിലവിലെ ആ ആക്രമണത്തെ എത്രത്തോളം അത് മാറ്റിയേക്കാം എന്നത് നമ്മൾ ചിന്തിക്കണം. കാരണം അന്ന് അവർ ആ ഒരു മൈൻഡിലാണ് യുദ്ധത്തെ കണ്ടത് എങ്കിൽ ഇന്ന് സർവ്വതും നഷ്ടപ്പെട്ട് സകലതും നശിച്ചിരിക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നീക്കങ്ങൾ അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങൾ എത്രത്തോളം ആയിരിക്കും എന്നത് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല.